ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം നമുക്ക്. ഇന്നത്തെ മെയിനായിട്ട് സ്കൂൾ വേക്കൻസീസ് ആണ്. ഒലിവ് ഇന്റർനാഷണൽ സ്കൂള് ദോഹ ഖത്തർ അവര് ടീച്ചേഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ സയൻസ് ടീച്ചറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് MA BEd ഇൻ സോഷ്യൽ സയൻസ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ ജോഗ്രഫി. അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചറിന്റെ വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെയാണ്. BEd വേണം, MA വേണം കേട്ടോ, മാസ്റ്റേഴ്സും വേണം. അതുപോലെ തന്നെ ഹിന്ദി ടീച്ചറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതും MA BEd ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാത്സ് ടീച്ചറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. BSc BEd ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ എനി ബാച്ചുലർ ഡിഗ്രി വിത്ത് മോണ്ടിസോറി സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്കൂൾ കൗൺസിലറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ MA അല്ലെങ്കിൽ BA ഇൻ സൈക്കോളജി. സൈക്കോളജിയിലുള്ള മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രിയാണ് വേണ്ടത്. അതുപോലെ ലൈബ്രറിയന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ BSc ഇൻ ലൈബ്രറി സയൻസിൽ LISC, അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചർ, ഹിന്ദി ടീച്ചർ, മാത്സ് ടീച്ചർ, കിൻഡർ ഗാർഡൻ ടീച്ചർ, സ്കൂൾ കൗൺസിലർ, അതുപോലെ തന്നെ ലൈബ്രറിയൻ. ഇത്രയും വേക്കൻസീസ് ആണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂള് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ട ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ മെയിൽ ID ഫോർവേഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ പോഡാർ പേൾ സ്കൂളിൽ അവർ സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഖത്തറിലുള്ള പോഡാർ പേൾ സ്കൂളിൽ സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി. അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ സപ്ലൈ ചെയിനിലോ, ലോജിസ്റ്റിക്കിലോ, ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ ഒക്കെയുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് കേട്ടോ. പ്ലസ് 3 to 5 years ഓഫ് എക്സ്പീരിയൻസ്, അറ്റ്ലീസ്റ്റ് 2 years ഇൻ സൂപ്പർവൈസർ റോൾ ഇൻ ഖത്തർ. അപ്പോൾ ഖത്തറിലുള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സപ്ലൈ ചെയിനിലും പിന്നെ ലോജിസ്റ്റിക്കിലും ഒക്കെയുള്ള ബാച്ചുലർ ഡിഗ്രി പ്ലസ് 3 to 5 years എക്സ്പീരിയൻസും അതിൽ സൂപ്പർവൈസറി എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവർ ബോർഡാർ പേൾ സ്കൂളിന്റെ സൈറ്റിൽ നോക്കുക. സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതിന്റെ റിക്വയർമെന്റ്സും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അതിനകത്ത് അവർ പറയുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി എന്തെങ്കിലും അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ, എനിക്കിതിൽ താഴെ കമന്റ് ഇട്ടാൽ ഞാൻ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതിന്റെ മെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവര് ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഇത് രണ്ടുമാണ് മെയിനായിട്ട് സ്കൂൾ വേക്കൻസീസ് പറയാനുള്ളത്. ഒരുപാട് പേര് ടീച്ചേഴ്സിന്റെ വേക്കൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ സൈറ്റിലേക്ക് ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഹോം കെയർ ക്ലിനിക്കിലേക്കാണ് കേട്ടോ. അവര് പിന്നെ ഹോമിലേക്ക് പോയി ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ കമ്പനിയുടെ പേര് പറയാമേ. ഫിസിയോതെറാപ്പിസ്റ്റ് കമ്പനിയുടെ പേര് അൽ റഹ്മ ഹോം കെയർ എന്നാണ്. അൽ റഹ്മ ഹോം കെയർ കമ്പനിയാണ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചുലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി പ്ലസ് 5 years എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും മെയിൽ ID ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സാലറി 4,000 to 6,000 ആണ് അവർ അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോബ് നോക്കുന്നവരൊക്കെ, ഹോസ്പിറ്റൽ ജോബ് അല്ല കേട്ടോ, ഇത് ഹോം കെയറിലേക്കാണ്. അപ്പോൾ നോക്കുന്നവർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അൽ റഹ്മ ഹോം കെയർ സർവീസിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് കോർഡിനേറ്ററിന്റെ 2 വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇട്ടിരിക്കുന്നത് അൽഫരീദ് ഹോസ്പിറ്റലും പിന്നെ ഒന്ന് ലൂസിഡ ഡെന്റൽ സെന്ററുമാണ്. 2 വേക്കൻസിയാണ്. ഇൻഷുറൻസ് കോർഡിനേറ്റർ ലൂസിഡ ഡെന്റൽ സെന്റർ, അൽഫരീദ് ഹോസ്പിറ്റൽ. ഇവരുടെ അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മെയിൽ ഐഡിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. അത് പ്രകാരം അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഇൻഡീഡിൽ സെർച്ച് ചെയ്യുക കേട്ടോ. അവരുടെ വേക്കൻസി ഞാൻ കണ്ടത് ഇൻഡീഡിലാണ്.
അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 1-2 വേക്കൻസി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ അഡ്മിൻ അസിസ്റ്റന്റ് ആയിട്ട് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും HR ട്രെയിനി ആയിട്ട് ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേക്കൻസി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ന് സ്കൂൾ വേക്കൻസീസ് ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ടീച്ചേഴ്സിന്റെ വേക്കൻസി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഒലിവ് ഇന്റർനാഷണൽ സ്കൂള് പിന്നെ പോഡാർ പേൾ സ്കൂളിന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ജോബ് അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.